ഹലോ, ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും പരിചയപ്പെടാം. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വളരെ നല്ലൊരു പ്ലാന്റ്. അതായത് ഒരു തൈ വെക്കുമ്പോൾ ഇഷ്ടംപോലെ ആ ചട്ടിയിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് യെല്ലോ ഷെയ്ഡ് വരുന്നത് ഉണ്ട്, ഗ്രീനും ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ പിന്നൊരു വിശേഷപ്പെട്ടൊരു പ്ലാന്റ് ആട്ടോ ഇത് ഇസഡ് പ്ലാന്റ്. നമ്മളൊരു തൈ വെച്ച് കഴിഞ്ഞാൽ മുള പൊട്ടി പിന്നെയും വരും. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ഇൻഡോർ പ്ലാന്റ്സിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സോയിൽ ഡ്രൈ ആവുന്നതനുസരിച്ചിട്ടേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ലൊരു പ്ലാന്റ്, അത് നല്ല ബുഷിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നട്ടിട്ട് അധികമായിട്ടില്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അധികമായിട്ടില്ല. ഇത് മണി പ്ലാന്റ് ആണ്. ഇത് നമ്മൾ സ്റ്റെയറിൻ്റെ ഹാൻഡ് റീലിൽ അങ്ങ് പടത്തി വിടാമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൽ ചക്കുവിൻ്റെ ഒരു പേന കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് റബ്ബർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് പുള്ളിയുള്ള ടൈപ്പും കിട്ടും, പ്ലെയിനായിട്ടുള്ളതും കിട്ടും കേട്ടോ. അപ്പം എൻ്റെ അടുത്തുള്ളത് ഈ പുള്ളിയുള്ള ടൈപ്പാട്ടോ. പിന്നെ പഴംപൊരിയുടെ റെസിപ്പി, ഒരു കപ്പ് മൈദ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1.5 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള സോഡാപ്പൊടി, പിന്നെ വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് പൊന്താൻ വരട്ടെ. എന്നിട്ട് നമ്മളിതാ പഴം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലർ മഞ്ഞപ്പൊടി ചേർക്കും. മഞ്ഞപ്പൊടി ചേർക്കുന്നെങ്കിൽ സോഡാപ്പൊടി ചേർക്കരുത്. കാരണം മഞ്ഞപ്പൊടിയും സോഡാപ്പൊടിയും ഒന്നും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചുവന്ന് പോകും. ടേസ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ മാവിൽ മുക്കിയിട്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് എണ്ണയിലോട്ട് വീഴുമ്പോൾ തന്നെ ഇവന്മാരങ്ങ് നല്ല വമ്പിളുമായിട്ടങ്ങ് പൊങ്ങി വരും കേട്ടോ. അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ പഴംപൊരി. ഞാനൊരു 3 പഴം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ, സ്ലൈസ് ചെയ്തിട്ട്. അപ്പോൾ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായ കൂടെ ഇട്ട് ഞങ്ങൾ വൈകിട്ട് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പഴംപൊരി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ.